എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹെന്നയും നീലയമരിയും ഒക്കെ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. നാച്ചുറലായിട്ട് പല ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട്. അങ്ങനെ ചേർത്ത് നോക്കിയിട്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ കറുപ്പ് നിൽക്കുന്നില്ല അല്ലെങ്കിൽ മുടി കറക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് മാസങ്ങളോളം പൊടിച്ചു വച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കളറ് പെട്ടെന്ന് മാറാതെ കറുപ്പായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ അകാലനര മാറ്റിയെടുക്കാനും ഇതുകൊണ്ട് പറ്റുന്നതാണ്. ഒരു കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് തുളസിയിലയാണ്. അപ്പോൾ ഇത് പൊടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി തുളസി ഇലയിലേക്ക് കുറച്ച് ഉണക്ക നെല്ലിക്കയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ചെറിയൊരു സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബീട്രൂട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഒരു 2.5 സ്പൂണ് അളവ് ഇവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിഞ്ചീരകവും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ്. അതും 2 സ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തലമുടി വളരുന്നതിനും അതുപോലെ തലമുടിക്ക് സ്വാഭാവികമായ കറുപ്പ് നിലനിർത്താനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാം. എടുത്ത സാധനങ്ങളെല്ലാം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇതുപോലെ തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകണ്ട, ചെറിയ തരിതരിപ്പായിട്ട് ഇതുപോലെ പൊടിച്ച് എടുക്കുന്ന രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ഫ്രൈൻ പാനിലിട്ടിട്ട് ഇത് ചൂടാക്കി എടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ഫ്രൈൻ പാനിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ യൂസ് ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ കാലത്ത് പല കാരണങ്ങൾ കൊണ്ട് അകാലനര കണ്ടുവരാറുണ്ട്. പ്രായമാകുന്നതിന് മുന്നേ കൊച്ചു കുട്ടികളിൽ വരെ മുടി നരയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൂട്ടാണ് കേട്ടോ ഇത്. അകാലനര ഉള്ളവർക്കും നര ബാധിച്ചവർക്കും അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നാച്ചുറൽ ഡൈയുടെ കൂട്ടാണിത്. ഇതുപോലെ കളറൊന്ന് ചേഞ്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വരുന്നതാണ് ഇതിൻ്റെ കളറ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. നല്ല കോഫി പൗഡറിൻ്റെ ഒക്കെ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ. തുളസി ഇലയൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. തരി ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടുന്നതിനാണ്. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വാഷ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ്. അല്ലെങ്കിൽ ആ തരിയോടുകൂടി തന്നെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് തരി ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തത് ഞാനൊരു കുപ്പിയിലേക്കിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പൊടി ഞാൻ 2 രീതിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതേ രീതിയിൽ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ എടുത്തുള്ളൂ. ബാക്കി എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 സ്പൂൺ അളവിലേക്ക് 2 സ്പൂണ് അല്ലെങ്കിൽ 2.5 സ്പൂണ് ഹെന്നാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുടി ഫുള്ളായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള പൊടികൾ എടുക്കുക. 2 പൊടിയും പൊടിച്ചു വെച്ചിരിക്കുന്നതും ആണെങ്കിലും ഹെന്നാപ്പൊടി ആണെങ്കിലും മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഹെന്നയൊക്കെ തേച്ച് കഴിയുമ്പോൾ തലനീരിറക്കം ജലദോഷം ഒക്കെ വരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് രാസ്നാദി പൊടി കൂടെ ഈ പൗഡറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറുകയിൽ കുറച്ച് രാസ്നാദി പൊടി ഇട്ട് കൊടുത്തിരുന്നാലും മതി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. എന്നിരുന്നാലും ജലദോഷമൊന്നും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എടുക്കാം, അല്ലെങ്കിൽ ചായ വെള്ളം ആണെങ്കിൽ അതും എടുക്കാം. സാധാരണ വെള്ളമാണെങ്കിലും എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ എത്രത്തോളം ലൂസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ കൂട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നത് പോലെ തന്നെ ഈ ഒരു കൂട്ട് നമ്മുടെ മുടിയിൽ പിടിക്കണമെങ്കിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ മുടി നല്ലപോലെ വാഷ് ചെയ്ത് ഷാമ്പു വാഷ് തന്നെ ചെയ്ത് ഉണങ്ങിയ മുടിയായിരിക്കണം. എന്നിരുന്നെങ്കിൽ മാത്രമേ കളർ നല്ലപോലെ മുടിയിലേക്ക് പിടിക്കത്തുള്ളൂ. ഞാനൊരു നൈറ്റ് ഫുൾ ഇത് വച്ചിരുന്നതിന് ശേഷം ആണ് പിറ്റേ ദിവസം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോഴത്തേനും നല്ലപോലെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ കിട്ടുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്ഥിരമായിട്ട് കെമിക്കലായിട്ടുള്ള ഡൈ ഉപയോഗിച്ചവരാണെങ്കിൽ ഒരു 4-5 പ്രാവശ്യം ഇത് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറ് മുടിയിൽ പിടിക്കത്തുള്ളൂ. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ തയ്യാറാക്കുന്നത്, ഇത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഷാമ്പു ഉപയോഗിക്കുക. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ആ പൗഡറിലേക്കാണ് ഞാൻ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഷാമ്പു ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഹെന്നയൊക്കെ ചെയ്ത മുടിയാണെങ്കിൽ ആ കളറ് ഫെയ്ഡ് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അത് മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയിൽ വളരാനും ഈ ഒരു കൂട്ട് നമുക്ക് പറ്റും. തുളസിയിലയും അതുപോലെ തന്നെ ഉള്ളിയും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അത് മുടി വളർച്ചയ്ക്കും മുടിയുടെ സ്വാഭാവിക കളറ് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഷാമ്പു കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ ഷാമ്പു തേക്കുന്ന പോലെ ഇത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് മുടി വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കുക. തലയിലേക്ക് അപ്ലൈ ചെയ്യുക. സാധാരണ ഷാമ്പു ചെയ്യുന്ന പോലെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ നോക്കുവാണെങ്കിൽ അകാലനര വരാതിരിക്കാനും അതുപോലെ മുടി വളരുന്നതിനും മുടിക്ക് ആ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരു 1/2 സ്പൂൺ എടുത്തിട്ട് ഷാമ്പു മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി മുടിയിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കെമിക്കൽ അടങ്ങിയിട്ടുള്ള പല ഷാമ്പുകൾ തേക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് അകാലനര വരുന്നതും മുടി കൊഴിച്ചിലുണ്ടാകുന്നതും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കുറച്ച് ഷാമ്പു കൂടെ തേച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം എഫക്റ്റ് ആകുന്നതല്ല. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.